ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു ബിരിയാണിയൊക്കെ പെട്ടെന്ന് കഴിക്കാൻ തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അത്യാവശ്യം ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു എരിവിൻ്റെ ലെവൽ അനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് ക്രഷാക്കി വെച്ചാൽ മതി. ഇനി നമുക്കൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മൊത്തം നെയ്യ് തന്നെ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ നല്ലപോലെ എണ്ണ അങ്ങ് ചൂടായി പോയായിരുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയി കിട്ടി. അപ്പം ഇത്രയൊന്നും ഫ്രൈ ആക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് ആയി കിട്ടി കേട്ടോ. അപ്പം എണ്ണ ഒരുപാട് അങ്ങ് ചൂടായിരിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പം ഇതിനകത്ത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ അതാണ്ട് ഞാൻ എണ്ണയിൽ നിന്നെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് അതും ഒന്ന് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഒരുപാട് ഓയിലൊന്നും ചേർക്കുന്നില്ല, ഈ എണ്ണയിൽ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഒന്നങ്ങ് വഴറ്റി കൊടുത്ത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് അങ്ങ് ഫ്രൈ ആക്കിയാൽ മതി. ഒരുപാട് എണ്ണ ചേർക്കണമെന്നൊന്നും ഇല്ല. ഇപ്പോൾ അതാണ്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. ഇനിയും ഫ്രൈ ആക്കണ്ട കേട്ടോ. അപ്പോൾ ഈ പരുവാകുമ്പോഴേക്കും നമുക്ക് ആ എണ്ണയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ എണ്ണയും കളയണ്ട കേട്ടോ, ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന എണ്ണ തന്നെയാണ്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് അത്യാവശ്യം ഒരു വലിയ പാൻ തന്നെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമ്മൾ ബാക്കി വന്ന ആ എണ്ണ ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി കുറച്ച് എണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും വലിയ പാത്രം എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദമ്മിടുന്നത് ഈ പാത്രത്തിൽ തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ഒരു വലിയ പാൻ തന്നെ എടുത്തോളൂ കേട്ടോ. ഇപ്പോൾ ദാണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കേ ഇതിലേക്ക് ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 2 പീസ് ഗ്രാമ്പും ഒരു 2 പീസ് പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സവാള ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് നിറം മാറുന്ന രീതിയിലൊന്നും വഴറ്റണ്ട. ഇത് നന്നായിട്ടൊന്ന് വെന്തൊന്ന് കുഴഞ്ഞു വരണം. നിറം മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയോളം ഉണ്ടാക്കുന്നുണ്ട്, അതാണ് 4 സവാള എടുത്തത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മസാലയുടെ അളവും കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട് സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒന്നങ്ങ് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ മതിയാവേ. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണേ. അപ്പോൾ മിക്സിക്കകത്തുള്ളതെല്ലാം കൂടെ വടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഞാനിത് ഒട്ടും പ്ലാനിങ് ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ് കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. പെട്ടെന്നൊരു ബിരിയാണി കഴിക്കാനൊരു മോഹം, എന്നാൽ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് കരുതി കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അങ്ങ് റെഡിയാക്കിയതാണ്. അപ്പം സാധാരണ നമുക്ക് വീട്ടിലൊക്കെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ബിരിയാണിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പം പാചകം പഠിച്ചു വരുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റിയുമാണ്. അപ്പം ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുത് തന്നെയായിരുന്നു കേട്ടോ, അതുകൊണ്ട് 2 എടുത്തു.
തീരെ ചെറുതാണെങ്കിൽ 3 ഒക്കെ എടുക്കാം. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു വരണേ. ആ പാകം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടും. ഇപ്പോൾ ദാണ്ടെ നമുക്കൊന്ന് തുറന്നു നോക്കാം. ദാണ്ടെ അത്യാവശ്യം നന്നായിട്ട് ഒന്നങ്ങ് വഴണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് പറയാം. അതായത് ഈ ബിരിയാണിയിൽ ഏത് ബിരിയാണി ആയാലും മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ രണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ആക്കി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. അതുവരെയും ലോ ഫ്ലെയിമിലിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളം ഇല്ലാതെ എല്ലാം ഒന്ന് അരിച്ച് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നോ, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂണോളം ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. അപ്പം ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ലെങ്കിൽ സാധാരണ ഗരം മസാല ചേർത്താലും മതി. എന്നിട്ട് ഇനിയും നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ സമയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല കുറച്ചും കൂടെ ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ബിരിയാണി ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്. ഇങ്ങനെ തന്നെ ഇതിനങ്ങ് വെന്തോളും. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ റൈസും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇതിലേക്ക് ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ 2 പീസ് പിന്നെ പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പട്ട നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയേ. ചെറുതായതിൻ്റെ പേരിലാണ് 2 എണ്ണം ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി മാത്രം അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയേ. ഒരുപാടായിട്ട് നിറം മാറ്റി അല്ലെങ്കിൽ ഒരുപാട് വേവിച്ചെടുക്കുക ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ഇട്ടങ്ങ് വഴറ്റി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് ചേർക്കുകയാണ്. ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്.
ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ അരി ഒന്നിട്ട് ആദ്യമേ ഒന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അരിയൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നതേ ഉള്ളൂ ഞാൻ. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് ജീരകശാല അരിയുടെ കണക്കാണ് പറഞ്ഞത്. നിങ്ങൾ ബസ്മതി റൈസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ അതായത് കുറച്ച് കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. അങ്ങനെയെങ്കിൽ മാത്രമേ അരിയിൽ കൃത്യമായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത്തിരി ഉപ്പ് കൂടുതലാണോ എന്ന് തോന്നണം. എന്നിരുതി ഒരുപാടങ്ങ് ഉപ്പ് വാരി ഇടരുത് കേട്ടോ. കുറച്ച് ഒന്ന് മുന്നോട്ട് നിൽക്കണം, അത്രേ ഉള്ളൂ. ഇതിനി അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. കാരണം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വെന്ത് ആ വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയും വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാട്ടോ. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് അടച്ചെന്നെ വെച്ചേക്കാം. മസാലയുടെ മണമൊന്നും വെളിയിൽ പോകണ്ട, അടച്ചെന്നെ വെച്ചേക്കാം. റൈസും കൂടെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാണ്ട് റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ നമ്മുടെ റൈസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി നമുക്ക് ഈ ചോറും ഇതും കൂടെ ദമ്മിടാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് തന്നെ ഈ ചോറങ്ങ് ഇടുകയാണ് കേട്ടോ. അപ്പം സാധാരണ ദമ്മിടുന്ന രീതിയിലല്ല ഞാൻ ഇടുന്നത്. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ മുകളിലോട്ട് തന്നെ റൈസ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ പിന്നെ മസാല എടുത്ത് മാറ്റിയിട്ട് റൈസ് ഇട്ടിട്ട് ഇടയ്ക്ക് ഒരു ലെയറായിട്ട് ഈ വീണ്ടും മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല, മൊത്തം റൈസ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. ഇത് ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ചിലർ എസൻസ് ഒക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇപ്പോൾ റൈസ് എല്ലാം ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുകളിലും ഈ പൈനാപ്പിൾ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം നെയ്യും കൂടെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ നെയ്യൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചേക്കാം. അത് ഇരുന്നൊന്ന് ആവി കയറി വരട്ടെ. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആയാലും മതി. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ അടപ്പിനകത്ത് കിഴുത്തല ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്നങ്ങ് മൂടി വെക്കുക. എന്നിട്ട് ഇത് അവിടെ ഇരുന്നൊന്ന് അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പം നിങ്ങൾ ബിരിയാണി ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ ഇത് ഞാൻ ഒരാൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുകയാണ് കേട്ടോ. അത് ഇലയിൽ കൊടുത്തുവിടാന്ന് കരുതി. അപ്പം പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ കഴിക്കാനായിട്ട്. അപ്പോഴേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.